KR സാജുവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ സർവകലാശാല ഡീനും വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് സർവകലാശാല ഡീൻ ഡോക്ടർ MK നാരായണൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. സിദ്ധാർത്ഥിന്റെ മരണം കുടുംബത്തെ അറിയിച്ചിരുന്നു. ഹോസ്റ്റലിൽ സുരക്ഷാ ജീവനക്കാർ ഇല്ലാത്തത് സർവകലാശാലയുടെ വീഴ്ചയാണെന്നും ഡീൻ പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിച്ചില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അടി ഉണ്ടായെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇങ്ങനൊരു അടി ഉണ്ടായെന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ അന്വേഷണത്തിന് ശേഷമാണ്. അല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ 18-ാം തീയതി മുതൽ പോലീസ് കസ്റ്റഡിയിലാണ് ഹോസ്റ്റൽ. പോലീസിൻ്റെ അന്വേഷണത്തിൽ പോലീസ് ആളുകളെ കൊണ്ടുപോയി എൻക്വയറി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ യാതൊരു തരത്തിലുള്ള ട്രാൻസ്പാരൻസിയുടെ കുറവില്ല. എങ്ങനെയാണ് വീട്ടിൽ അറിയിച്ചില്ല എന്ന് പറയുന്നത്? വീട്ടിലാണ് ഞാൻ അറിയിച്ചത്, വീട്ടിൽ അമ്മാവനെയാണ് അറിയിച്ചത്. അത് അറിയിച്ചത് ഡീനല്ല എന്ന് പറയുമ്പോൾ ഡീൻ അവിടെ ഇരുന്നിട്ട് ആ സർജനോട് സംസാരിക്കുകയാണ്. ഇതിന് ശേഷം എന്താണ് അടുത്ത പ്രൊസീജിയർ? നിങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ ആദ്യം നമുക്ക് ഒരു മൊഴി തരണം. മൊഴി തരുന്നതിന് അറിഞ്ഞ ആളുകൾ മൊഴി തരണം, ഡീൻ തന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുട്ടികളെ വിളിച്ചു വരുത്തി. ഞാൻ തൊട്ടപ്പുറത്തെ ക്യാമ്പസിൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇതെല്ലാം ഒരാൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് ഒരാൾ ചെയ്തില്ല എന്നുള്ളതല്ല കുറ്റം. അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല. 10 മിനിറ്റിനുള്ളിൽ മരണവിവരം വീട്ടിലറിഞ്ഞിട്ടുണ്ട്. വയനാട് നിന്ന് വിവരങ്ങളുമായിട്ട് അനീസലിയാണ് ചേരുന്നത്. അനീസലി, ഇപ്പോൾ അവിടെ സിദ്ധാർത്ഥന് ഹോസ്റ്റലിൽ വെച്ച് നേരിടേണ്ടി വന്ന മർദ്ദനം, അതിന് പിന്നാലെ മരണം സംഭവിച്ച ശേഷം കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ, അതിനെയൊക്കെ എങ്ങനെയാണ് ഡീൻ MK നാരായണൻ ന്യായീകരിക്കുന്നത്? ഡീൻ പറയുന്ന വിവരം, ഹോസ്റ്റലിലല്ല താൻ താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല. താൻ ഈ മർദ്ദനമേറ്റ കാര്യം സിദ്ധാർത്ഥ അടക്കം പറഞ്ഞില്ല. 18-ാം തീയതി മരിക്കുന്നത് വരെ അതിനിടയിലൊക്കെയും അവിടെ പല സമയങ്ങളിലായി താൻ എത്തിയിരുന്നു. ആ കാര്യം സിദ്ധാർത്ഥ അടക്കം ആരും തന്നോട് പറഞ്ഞില്ല. മാത്രമല്ല, ഈ മരണശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഇതിൽ മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന കാര്യം ഉണ്ടാകുന്നത്. ഇതിനുശേഷം ആൻറ്റി റാഗിങ് കമ്മിറ്റി ചേരുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ അറിയുന്നത്. അതിനു മുമ്പ് വിദ്യാർത്ഥികളോട് അന്വേഷിച്ചിരുന്നു. വിദ്യാർത്ഥികൾ പോലും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ പ്രതികളാണ് ആയവരും അല്ലാത്തവരുമായ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ആരും ഈ കാര്യമൊന്നും അറിയിച്ചിരുന്നില്ല. VC അന്നും ഉച്ച മുതൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ താൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളൊന്നും വിദ്യാർത്ഥികൾ തന്നെ അറിയിച്ചില്ല. എല്ലാ കാര്യങ്ങളിലും നടപടിക്രമങ്ങളിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഈ മരണം നടന്നിട്ട് വീട്ടുകാരെ അറിയിക്കാൻ വൈകി എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മറുപടി 10 മിനിറ്റിനുള്ളിൽ വീട്ടുകാരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ അറിയിച്ചത് ഡീൻ നേരിട്ടല്ല, അതേസമയം ഡീൻ ചുമതലപ്പെടുത്തിയ ആളുകൾ തന്നെയാണ് വീട്ടിൽ അറിയിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഡീനിന് എല്ലാ കാര്യം കൂടി നോക്കാൻ കഴിയില്ല. ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു താൻ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മൃതദേഹം അപ്പോൾ മരിച്ചു എന്ന് ഉറപ്പില്ലാതെ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക, ജീവൻ രക്ഷിക്കുക എന്നായിരുന്നു തൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ താൻ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം മറ്റു കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വീട്ടുകാരെ വിവരം അറിയിക്കാൻ, ഹോസ്റ്റലിലെ കാര്യങ്ങൾ നോക്കാൻ, പോലീസിൽ അറിയിക്കാൻ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആളുകളെ ചുമതലപ്പെടുത്തിയിരുന്നു. അതനുസരിച്ച് 10 മിനിറ്റിനുള്ളിൽ വീട്ടിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഡീൻ നേരിട്ട് വിളിച്ചില്ല എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ അതിന് ആളുകളെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഡീൻ പറയുന്നത്, ഹോസ്റ്റലിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് അസിസ്റ്റന്റ് വാർഡൻ റിപ്പോർട്ട് തന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ട് അങ്ങനെ ആയിരിക്കാം. അസിസ്റ്റന്റ് വാർഡൻ തനിക്ക് ഹോസ്റ്റലിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ദേശീയ ആൻറ്റി റാഗിങ് സെല്ലാണ് റാഗിങ് വിവരം ആദ്യം അറിയിക്കുന്നത്. തുടർന്നാണ് അന്വേഷണം നടക്കുന്നത്. ഈ ആൻറ്റി റാഗിങ് സെല്ല് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് അന്വേഷണം നടത്തുന്നത്. എന്തായാലും ഈ ഹോസ്റ്റലിലേക്ക് VC എത്തിയിരുന്നില്ല. VC അന്ന് ഉച്ച മുതൽ അവിടെ ഉണ്ടായിരുന്നു, എങ്കിലും ഹോസ്റ്റലിലേക്ക് എത്തിയില്ല എന്ന് VCക്കെതിരായ ആരോപണമായി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. സർവകലാശാലയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ല, വിദ്യാർത്ഥികളെ ആരെയും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല. മർദ്ദനമേറ്റ കാര്യം സിദ്ധാർത്ഥ ഒരു വീഴ്ചയും സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നാണ് ഡീനിന്റെ വിശദീകരണം വരുന്നത്. എന്തായാലും നമുക്ക്